അഡ്വക്കേറ്റ് സി പത്മനാഭൻ കണ്ടെത്തിയിരിക്കുന്നു ഒടുവിൽ. അല്ല, ഇതൊരു വ്യാജ വാർത്തയാണ്. ഒരേ വാക്കുകൾ ചൈനയെന്ന് പറഞ്ഞു എന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചില പത്രങ്ങളൊന്നല്ല കേട്ടോ, ഇത് ഇന്ത്യ ടുഡേ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ദി ടെലിഗ്രാഫ് പോലത്തെ പത്രങ്ങളല്ല. മാംഗോ ന്യൂസ്, മിന്റ്, ഇങ്ങനെയുള്ള ചില ഈ പറഞ്ഞ ഈ ജോർജ് സോറാസിന്റെ ഈ ഫണ്ടിങ്ങിന്റെ ഇനത്തിൽ കൂട്ടാവുന്ന ഭാവിയിൽ സിൽബന്തികളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഈ വിദ്വാൻമാരാണിത് ഇറക്കിയത്. ഇവരാണ് ഈ ഹിൻഡർബർഗിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നത്, ആഘോഷിച്ചത്. ഇവരാണ് പെഗാസിസ് ആഘോഷിച്ചത്. ഇങ്ങനത്തെ കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് സിയോളിൽ വെച്ച് പറഞ്ഞാന്ന് പറഞ്ഞു. സിയോളിൽ അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞു ഷാങ്കായിൽ വെച്ചിട്ട്, ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ 15 ഷാങ്കായിൽ വെച്ച് പറഞ്ഞു. ഇത് ഒരു തട്ടിപ്പ് വാർത്തയാണ്. ഇത് പൊളിഞ്ഞു പോയ സാധനമാണ്. ഇത് പാർലമെന്റിൽ വരെ ചർച്ചയായ വിഷയമാണ്. പിന്നെ 2 കാര്യം കൂടി ഞാൻ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു അമിത് മാളവിയ രണ്ടും കൂട്ടി വായിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇവര് പറയണ്ടല്ലോ അണ്ണാ ഹസാരയുടെ സമരത്തിന് പൈസ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ. അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്ക ആരറിയോ? നിങ്ങളുടെ സന്തത സഹചാരിയും സഖ്യകക്ഷിയുമായ അരവിന്ദ് കെജ്രിവാൾ. അണ്ണാ ഹസാരെ മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അരവിന്ദ് കെജ്രിവാളാ. ഈ പാലാഴി മദനം കഴിച്ചിട്ട് നടത്തിയിട്ട് അമൃത് വന്ന പോലെ അണ്ണാ ഹസാരിന്റെ സമരത്തിൽ നിന്ന് ഉയർന്നു വന്നത് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും. നിങ്ങൾ ആദ്യം പിണങ്ങി, പിന്നെ ഇണങ്ങി, പിന്നും പിണങ്ങി, സഖ്യം ഉണ്ടാക്കി, പിന്നെ വേണ്ടാന്ന് വെച്ചു. നിങ്ങളുടെ ഘടകകക്ഷി അപ്പോ ഇന്ത്യ മുന്നണിയിൽ അങ്ങോരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ്. അങ്ങോര് പൈസയുടെ കാര്യത്തിൽ മോശക്കാരനല്ല എന്നും നമുക്കറിയാം. പിന്നെ മൂന്നാമതൊരു കാര്യം, നിങ്ങൾ ഈ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ബേജാറാവുന്നുണ്ട്. വൈറ്റ് പേപ്പർ ഒന്നും അല്ല, ബ്ലാക്ക് പേപ്പർ തന്നെ വരും. പോലീസ് വരും, CBI വരും, മറ്റ് സംവിധാനങ്ങൾ വരും, അന്വേഷണം ഉണ്ടാവും. ഇത് വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ കയ്യിലൊന്നും കെട്ടിവെക്കണ്ട. ഓക്കെ, ശ്രീജിത്ത്. ഒരു ചെറിയ പോയിന്റ് പറയാനാണ്. ശ്രീ റോണി ഇപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വൈറ്റ് പേപ്പർ ജയറാം രമേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലാതെ കോൺഗ്രസ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല, അല്ലെങ്കിൽ പത്തായത്തിലും കിണറിലും ഒന്നും അച്ഛനില്ല എന്നുള്ള ഒരു സമീപനം കോൺഗ്രസിനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇന്ന് ജയറാം രമേശ് ഇന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഉണ്ട്. ആ ട്വീറ്റിൽ അദ്ദേഹം ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യയിലേക്കല്ല ഈ $21 മില്യൺ വന്നിരിക്കുന്നത്, പകരം അത് ബംഗ്ലാദേശിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഡോജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് തന്നെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കംബോഡിയ മുതൽ ഇങ്ങോട്ടുള്ള വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര പണം എന്തൊക്കെ കാര്യത്തിന് മുടക്കി എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർ ഇന്ത്യയുടെ പണം കഴിഞ്ഞതിന് ശേഷമാണ് ബംഗ്ലാദേശിന്റെ പണം പ്രത്യേകമായി പറയുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിന് മുടക്കിയിരിക്കുന്ന പണം ഇന്ത്യയുടേത് എന്ന രീതിയിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല. അപ്പൊ ഈ വാർത്ത, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ വാർത്ത കോട്ട് ചെയ്തുകൊണ്ട് ജയറാം രമേശ് ഇന്ന് ഈ അച്ഛൻ പത്തായത്തിലുമില്ല, അല്ലെങ്കിൽ അച്ഛൻ കിണറ്റിലുമില്ല എന്ന രീതിയിലേക്കുള്ള ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: ലൈസ് ഫസ്റ്റ് മൗത്ത് ഇൻ വാഷിംഗ്ടൺ. അതായത് അമേരിക്കയിൽ ട്രംപ് ആദ്യം കള്ളം പറഞ്ഞു. ലൈസ് ദെൻ ആംപ്ലിഫൈഡ് ബൈ BJP's ജൂട്ട് സേന. അതിനുശേഷം BJPയുടെ കള്ളം പറയുന്ന സേന ഇവിടെ അതിനെ ആംപ്ലിഫൈ ചെയ്തു. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇവിടെ അമിത് മാളവിയ പോലെയുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തം. ലൈസ് മേഡ് ടു ബി ഡിബേറ്റഡ് ഓൺ ഗോഡി മീഡിയ. അറിയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ അത് വെച്ചിട്ട് കള്ളം പറയുന്നു. ലൈസ് നൗ തറവ്ലി എക്സ്പോസ്ഡ്. അതായത് ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ ഇതിനെല്ലാം എക്സ്പോസ് ചെയ്തിരിക്കുന്നു. വിൽ ദ ലയേഴ്സ് അപ്പോളജൈസ്. അതായത് ഈ കള്ളം പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം മാപ്പ് പറയുമോ എന്ന് ചോദിച്ചിട്ട് ഇന്നത്തെ ദിവസം 12 മണിക്കൂറിന് മുമ്പ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വൈറ്റ് പേപ്പർ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മറിച്ച് അദ്ദേഹം ഇവിടെ പണം കിട്ടിയിട്ടുള്ളപ്പോൾ പണം കിട്ടിയിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിനും അത് ബംഗ്ലാദേശിനാണ് കിട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവാണ്. നോക്കൂ, ഇവിടെ പണം കിട്ടിയിട്ടില്ല എന്നാണ് ഈ പറയുന്നതിന് അർത്ഥം. അതായത് USAID ഇന്ത്യക്കല്ല പണം നൽകിയിരിക്കുന്നത്, പകരം ബംഗ്ലാദേശിനാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാധ്യമ വാർത്തയെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അച്ഛൻ ഇവിടെ പത്തായത്തിലുമില്ല, അച്ഛൻ ഇവിടെ ഭണ്ഡാരപ്പെട്ടിയിലുമില്ല, അച്ഛൻ ഇവിടെ കിണറ്റിലുമില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ശ്രീ റോണി കെ ബേബി ആ ട്വീറ്റ് കൂടി ഒന്ന് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ ശ്രീ ജയറാം രമേശിന് ഒരു സന്ദേശം അയച്ച് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയെങ്കിലും വേണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം.